കറക്റ്റ് കേട്ടോ. കൃഷ്ണനല്ലേ നാട്ടുകാർക്ക് മുഴുവൻ ആരാധനയാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയേറെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അങ്ങനെ ഒരാൾക്ക് ഈ പ്രണയത്തെ എങ്ങനെ ഇത്രയും മറച്ചു വെക്കാൻ കഴിയുന്നത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? സ്വാഭാവികം. ജീവിതത്തിൽ നല്ല പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള പ്രണയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവൻ പ്രേമരോഗിയാണ്. സ്കൂളിൽ പഠിക്കുമ്പം ഒരു ബന്ധം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പോൾ വേറൊരു ബന്ധം, അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും അല്ലാത്ത ഒരു ബന്ധം. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട്. ഒന്നീ ഞാൻ നാറും, അല്ലെങ്കിൽ ഞാൻ നേടും. ഒരാൾക്ക് പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഓരോ വികാരങ്ങളാണ്. ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. നീ ഞരമ്പ് വല്ലോ ആണോ? ഞരമ്പ്. നമുക്ക് അതിനകത്തെ ഓരോ പ്രണയങ്ങളോടും നമുക്കും പ്രണയമുണ്ട്. ചേരൻ സ്കൂളിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രണയമുണ്ട്, കോളേജിൽ പഠിക്കുമ്പോൾ പ്രേമിക്കുന്ന ആളോട് നമുക്ക് പ്രേമമുണ്ട്. ഈ ലവൊക്കെ സെറ്റാക്കാൻ എനിക്ക് കണ്ണടിച്ച് കൊടുക്കാനുള്ള സമയം മതിട്ടാ. ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വലിയ വൈകാരികമായിട്ടുള്ള ഹൃദയബന്ധങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പെൺകുട്ടികളെ കണ്ടാൽ നിനക്ക് ഇത്ര ഇളക്കം എന്താണ്? അവർക്കല്ലേ ചേട്ടാ കെയർ വേണ്ടത്. പാഷ്വാലിറ്റി മാറാ അങ്ങോട്ട്. എല്ലാവർക്കും സാധ്യതയുണ്ട്, ആരും പിന്മാറരുത്. നിങ്ങളുടെ പ്രണയത്തെ കുറിച്ചൊന്നും ഇവിടെ നാട്ടില് റൂമേഴ്സ് അല്ലാതെ റിയൽ ആയിട്ട് ഒരു സാധനം കിട്ടാനില്ല, ഒരു മെറ്റീരിയൽ കിട്ടാനില്ല. നടി റിനി ആൻ ജോർജിന്റെ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോയും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു. ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടുകാരെ ഉദയിച്ച് നല്ല പിള്ളയാവും നടക്കുന്ന സകല തെണ്ടികൾക്കും ഇതൊരു പാഠം.